സുമേ സുമേ എന്ത് പറ്റിയടാ? ഒന്നുമില്ല. എടാ നിനക്കേ മറ്റേ ഡിസ്കഷൻ ആണെന്ന് ഉത്തമൻ ചേട്ടൻ പറഞ്ഞാലല്ലോ. എന്റെ പൊന്നറിനെ എനിക്കൊരു കുഴപ്പമില്ല, നീ ഇറങ്ങി പാമോ? അളിയടാ നിനക്ക് ഡിസ്കഷൻ ആയിട്ടല്ലോടാ ഞാൻ വന്നത്. ഡിസ്കഷൻ അല്ല, ഡിപ്രഷൻ. ആ അത് തന്നെ. ഈ അസുഖം വീട് ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കിടപ്പിലാണോ? 5-6 പേര് കിടക്കുന്നുണ്ട്. എടുത്ത് പനിയല്ല എല്ലാവർക്കും പകരാൻ. ഓരോരോ അസുഖങ്ങളെ. ചില അസുഖങ്ങൾ അങ്ങനെ ചില സമയത്ത് സുഖം തരും. ചില അസുഖങ്ങൾ ചില സമയത്ത് സുഖം തരും. സുമേഷ് നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാം. ഇങ്ങോട്ടേക്കാണ് എന്റെ കുട്ടിയുടെ ഫോട്ടോ ഒക്കെയാണ് നോക്കടാ. അളിയ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയി, അന്ന് തന്നെ പെണ്ണ് സെറ്റായി. നീ എത്ര തവണ പെണ്ണ് കാണാൻ പോയ അളിയ? പിന്നെ നിന്നെ ഒരു പെണ്ണിന് ഇഷ്ടപ്പെടൂലല്ലേ? നീ എവിടെ പോണ്? നിന്നെ ഒറ്റയ്ക്ക് നിർത്തല്ലെന്ന് പറഞ്ഞിരിക്കണം. എന്താണ് ഞാൻ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് സമാനമായിട്ട് ഇരുന്നോട്ടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ എന്റെ അടുത്തല്ലേ പറയുന്ന? കഷ്ടം. സുമേ ഞാനൊരു കാര്യം ചോദിച്ചോ, സത്യം പറയണം. നിനക്കേ പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമമല്ലേ അളിയാ? എടാ ഞാൻ സെറ്റാക്കി തരാടാ. നിനക്ക് എത്ര പെണ്ണിനെ കിട്ടണം ഞാൻ സെറ്റാക്കി തരാം. ഇവനെ നീ എത്ര പെണ്ണിനെ കിട്ടിയ? ഏത് പെണ്ണ് സെറ്റ്? എടാ നമ്മളാ സുധ ചേച്ചി അറിയാമോ? ആ ചേച്ചിയുടെ മോളെ നോക്കിയാലാ? രമ്യ. ആ എനിക്കന്ന് ഒളിച്ചെടുപ്പായിട്ട് പെണ്ണിനെ വിളിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മള് ബിന്ദു ചേച്ചിയുടെ മോളെ നോക്കിയാലാ? അശ്വതിയോ? ആ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ചെറുക്കൻ്റെ തലയ്ക്ക് ഒലക്കി അടിച്ചു വന്ന പട്ടി കിട്ടിയത്. നമുക്ക് വേറെ ഏതെങ്കിലും നോക്കി. നീ തന്നെ കെട്ടിയാ മതി എല്ലാത്തിനും. ആ ഞാൻ കെട്ടല്ല, നീ അങ്ങ് കെട്ടിയാ മതി. നിന്റെ ഒന്ന് സമാധാനിപ്പിക്കാന്ന് പറഞ്ഞ് വരുമ്പോ നീ എന്തോ കാണിക്കണത്? നീ കെട്ടിപ്പോ. സമാനിപ്പിക്കാൻ വന്നിരിക്കുന്ന അമ്മ ഇപ്പൊ സുമേഷ് എന്റെ അടുത്ത് മിണ്ടണില്ലല്ലോ. അതെ സുമേഷ് മാമന് മൂഡ് ഓഫ്. എന്ത്? എന്തെന്ന് അറിഞ്ഞൂടാ, ചിലർക്ക് എല്ലാ ദിവസവും ഒരേ മൂഡ് ഇരിക്കത്തില്ലല്ലോ. ഇന്ന് സുമേഷ് മാമന് മൂഡ് ഓഫ്. സുമേഷ് മാമന്റെ കല്യാണം എന്ത് അമ്മ കഴിക്കാത്ത? എന്തിപ്പോ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ആം ചേച്ചി. അവളെ ശരിയാക്കുന്നുണ്ട് ഞാൻ. ആം ചേച്ചി അടിക്കണ്ട അമ്മ, ആം ചേച്ചി എന്റെ അടുത്ത് പിണങ്ങും. അയ്യോ ആവശ്യത്തൊക്കെ പറയാം. ഡിപ്രഷൻ മാറ്റി കിട്ടി. മാറിയോ സുമയുടെ ഡിപ്രഷൻ? സുമേഷിന്റെ അല്ല, ക്ലിനിക്കിലെ കാര്യം പറഞ്ഞേ. ക്ലിനിക്കിലെ 2 മൂങ്ങ കൊണ്ടുവന്നു ക്ലിനിക്കിലോട്ട്. അതിന്റെ ഡിപ്രഷൻ മാറ്റി കൊടുത്തു. എന്റെ പൊന്നേട്ടാ ചുമ്മാ അല്ല എല്ലാരും പറയുന്നത് ചേട്ടന് വീട്ടുകാരൊക്കെ കാര്യം മൃഗങ്ങളെയാണെന്ന്. മിണ്ട പ്രാണികളല്ലേ ഇത്? മിണ്ട പ്രാണികളാണെങ്കിലും ചേട്ടൻ്റെ അനിയൻ ഇവിടെ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന കാര്യം ചേട്ടൻ അറിയാമോ? എന്നിട്ട് അതിനെ പറ്റി എന്തോ നോക്കണം, എന്താ ചെയ്യണം, അങ്ങനെ ഉത്തരവാദിത്വം ഉണ്ടോ? ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയല്ലോ രാവിലെ. കൊണ്ടുപോയി, ചടങ്ങിന് കൊണ്ടുപോയി. എന്നിട്ട് ചേട്ടൻ ആ വഴി അങ്ങ് പോയി. ആ വഴി അങ്ങ് പോയി. ആ വഴി പോയിട്ട് ഈ വഴി കൊണ്ടാക്കിയിട്ടാണ് ആ വഴി പോയത്. ചേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയി. അപ്പൊ തൊട്ട് ആ ചെറുക്കൻ നിലാവത്തഴിച്ച കോഴിനെ പോലെ നടക്കുക. അത് കൂടാതെ ഇവിടെ അറിയുകയും ചെയ്തു അർണേഷിന്റെ കല്യാണം ഉറപ്പിച്ചെന്ന്. അതും കൂടെ ആയപ്പോ പൂർത്തിയായി. അവനെന്തിനും നിലാവ് അഴിച്ചുവിട്ട കോഴിപ്പല്ല നടക്കണം. എന്തിനാണ് അവൻ കല്യാണം കഴിക്കട്ടെ? അവൻ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ചേട്ടാ സുമയ്ക്ക് നമ്മൾ എത്ര പെണ്ണ് കണ്ടു, ഒറ്റ ഒരെണ്ണം നടന്നോ? ഈ ചെറുക്കന് ഒറ്റ പെണ്ണിനെ കണ്ടിട്ടുള്ളൂ, അപ്പൊ തന്നെ കല്യാണം ഉറച്ചു. അവിടെ ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കണം ഭയങ്കര മണ്ടത്തനമാണ്. എന്ത് മണ്ടത്തരം? ഒരു തവണ കണ്ടിട്ട് അങ്ങനെ കെട്ടിയാൽ അങ്ങനെ ശരിയാവും. വേറെ നല്ല ആലോചനകൾ വന്നാലോ? ഇതിപ്പോ ഇത് ഉറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആലോചന വരത്തില്ലല്ലോ. നല്ല പെണ്ണിനെ കാണാൻ നല്ലയല്ലേ? നിന്നോട് ഇപ്പൊ ഇത് ചോദിച്ചാ? പോയി അമ്മയുടെ കൂടെ ഇരുന്ന് വല്ലതും പഠിക്കും. പോടാ. അയ്യപ്പം ഇപ്പോഴത്തെ പിള്ളേരുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോഴത്തെ പിള്ളേരല്ല, പണ്ടത്തെ പിള്ളേർ ഇതുപോലൊക്കെ തന്നെ. ചേട്ടന്റെ പ്രശ്നം ഇപ്പൊ അതാണോ? സുമയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? അവന്റെ കല്യാണം നടത്തണ്ടേ? അവന്റെ പ്രശ്നം മാറണ്ടേ? അപ്പൊ ഇവന്റെ പ്രശ്നം മാറിയിട്ട് ഇവന്റെ കല്യാണം കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, അവന്റെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാൻ നോക്കുക. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ കല്യാണം ഒരുങ്ങണ്ട? ഇപ്പൊ ഒരുങ്ങണ്ട, എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് വരും. അല്ല ചേട്ടാ, ചേട്ടാ അല്ല കല്യാണം കഴിക്കാത്തോണ്ടല്ലേ ഇവന് ഡിപ്രഷൻ. അപ്പൊ കഴിപ്പിച്ചാ ചിലപ്പോ മാറിയാലോ? അത് തന്നെ, പ്രശ്നം മാറണ്ടേ? പ്രശ്നം മാറിയിട്ട് കല്യാണം കഴിക്കും.